നമുക്ക് അടുത്തത് ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. ഐഡന്റിഫയേഴ്സ് പറഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാമിൽ വേരിയബിൾസ്, ഫംഗ്ഷൻസ്, അറേ, സ്ട്രക്ചേഴ്സ് അതിനൊക്കെ കൊടുക്കുന്ന നെയിമിനെ പറയുന്ന പേരാണ് ഐഡന്റിഫയേഴ്സ്. നമ്മൾ സി പ്രോഗ്രാമിൽ ഐഡന്റിഫയേഴ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അവിടെ ഇൻറ്റ് ഏജ്, ഇവിടെ ഏജ് എന്നുള്ളത് ഈ വേരിയബിൾ നെയിം എന്നുള്ളത് ഒരു ഐഡന്റിഫയർ ആണ്. അതേപോലെ ഇൻറ്റ് റോൾ നമ്പർ, അതും ഒരു ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ നമുക്ക് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ അതിൽ അപ്പർ കേസ് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ലോവർ കേസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂമറിക് ഡിജിറ്റ്സ് 0 to 9 യൂസ് ചെയ്യാൻ പറ്റും, അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാണ്ട് ഞാനിപ്പോൾ ഇന്ത്യ ഏജിന്റെ അവിടെ ഞാൻ സ്പെഷ്യൽ സിമ്പിൾ ആയിട്ടുള്ള പെർസെന്റേജ് കൊടുത്തു വരിക. ഇവിടെ പ്രിന്റ് ചെയ്യുന്നിടത്തും പെർസെന്റേജ് കൊടുത്തു വരിക. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുമ്പോൾ കണ്ട ഈ പെർസെന്റേജിന്റെ അവിടെ നമുക്ക് എറർ കിട്ടും. അതായത് നമുക്ക് ഐഡന്റിഫയേഴ്സിന്റെ അവിടെ നമുക്ക് ഒന്നെങ്കിൽ അപ്പർ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ലോവർ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ 0 to 9 ഡിജിറ്റ്സ് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാൻ പറ്റും. ഇത്ര കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എറർ കിട്ടും. അതാണ് ഫസ്റ്റത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ഐഡന്റിഫയർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ എൻ അണ്ടർസ്കോർ. അതായത് ഫസ്റ്റ് ക്യാരക്ടർ ഒന്നെങ്കിൽ അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ആയിട്ടുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഡിജിറ്റ്സ് കൊടുക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ റൂൾ. ഞാനിപ്പോൾ സെയിം പ്രോഗ്രാമിനെ വീണ്ടും ആക്കി. ഞാൻ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഞാൻ ഏജിന്റെ പെർസെന്റേജ് കളഞ്ഞു, ഇവിടത്തെയും പെർസെന്റേജ് കളഞ്ഞു. ഇവിടെ ഏജിന്റെ അവിടെ ഇപ്പൊ ഞാൻ അപ്പർ കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ റോൾ നമ്പറിന്റെ തൊട്ട് മുന്നിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്കോർ കൊടുത്തു വരിക. ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എറർ കിട്ടില്ല. കാരണം നമ്മൾ രണ്ടാമത്തെ റൂൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് എൻ ഐഡന്റിഫയർ മസ്റ്റ് ബി ലെറ്റർ ഓർ എൻ അണ്ടർസ്കോർ. ഞാൻ ഇവിടുത്തെ ഐഡന്റിഫയറിൽ ഫസ്റ്റത്തെ ലെറ്റർ ഞാൻ കൊടുത്തു, ഇവിടുത്തെ ഐഡന്റിഫയറിൽ റോൾ നമ്പറിന്റെ തൊട്ട് മുന്നേ അണ്ടർസ്കോർ കൊടുത്തു. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യണം, സേവ് ചെയ്യുക, അതിനുശേഷം കമ്പയർ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പ്രോഗ്രാം തന്നെ ജസ്റ്റ് മാറ്റം വരുത്തി. ഈ ഏജിന്റെ തൊട്ട് മുന്നിൽ ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുത്തിരിക്കുക, അതായത് 8 കൊടുത്തിരിക്കുക. ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ അതേ വേരിയബിൾ തന്നെ കൊടുക്കുന്നത്. ഈ പ്രിന്റ് ചെയ്യുമ്പോൾ ഏജ്, പെർസെന്റേജ്, ഡി, ഈ ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അവിടെ അതേ വേരിയബിൾ കൊടുത്താലല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് എറർ കിട്ടും. കണ്ടോ, 8 ഏജ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ഒരു ലെറ്റർ കൊടുക്കാൻ പറ്റില്ല, ഡിജിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഡിജിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. അതാണ് രണ്ടാമത്തെ റൂൾ പറയുന്നത്. അപ്പൊ നമുക്കൊരു ലെറ്റർ കൊടുക്കാൻ പറ്റില്ല, ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എറർ കിട്ടും. പിന്നെ അടുത്ത റൂൾ എന്താ പറയുന്നത്? ദി ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്. ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഇന്റ് കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി, ക്യാപിറ്റൽ ഏജ് കൊണ്ടൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു പ്രശ്നമില്ല. സെയിം വേരിയബിൾ തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്താലാണ് പ്രശ്നം. ഞാനിപ്പോൾ ക്യാപിറ്റൽ ഏജ് കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൽ 4 എന്ന് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ക്യാപിറ്റൽ ഏജ് അല്ലേ, ഏജ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ഡി, ആ വേരിയബിളിന്റെ നെയിം കൂടെ കൊടുക്കുക. ഇനി ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാമാണ് ജസ്റ്റ് റൺ ചെയ്യണമായിരിക്കും. ആദ്യക്ക് സേവ് ചെയ്യുക, ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം കമ്പയർ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഏജ് 78, ഏജ് 4. ഇപ്പൊ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ സെയിം സ്മോൾ ലെറ്റർ ഏജ് തന്നെ കൊടുത്തു വരിക. അപ്പൊ നമുക്ക് എറർ കിട്ടും. ഒരു വേരിയബിൾ നെയിം ഒറ്റ ടൈമായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. അപ്പൊ 2 തവണ ഏജ് കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എററാണ് കിട്ടുക. കണ്ട, റീഡെഫിനിഷൻ ഓഫ് ഏജ്. അതായത് ഏജ് കൊണ്ടുള്ള വേരിയബിൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്രിയേറ്റ് ചെയ്യാനില്ല. വീണ്ടും ഒന്നെങ്കിൽ അതേ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കേസ് സെൻസിറ്റീവ്, അതായത് അപ്പർ കേസ് യൂസ് ചെയ്യുക. അപ്പർ കേസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് സെയിം തന്നെ യൂസ് ചെയ്യണത്. കണ്ട, അപ്പർ കേസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അതാണ് കേസ് സെൻസിറ്റീവിന്റെ മീനിങ്. ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്. അതായത് ലോവർ കേസ് യൂസ് ചെയ്യാൻ പറ്റും, അപ്പർ കേസ് യൂസ് ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ കനോട്ട് ബി കീവേഡ്സ് ഇൻ സി. അതായത് സിയിൽ കുറെ കീവേഡ്സ് ഉണ്ട്. ഇന്റ്, റിട്ടേൺ, ഈഫ്, വൈല്, ക്യാരക്ടർ, സൈസ് ഓഫ്, അങ്ങനെ കുറെ കീവേഡ്സ് ഉണ്ട്. 32 കീവേഡ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനിപ്പോ ഇവിടെ ഇന്റ് ഏജിന് പകരം ഞാൻ ഇന്റ് ക്യാരക്ടർ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കുക. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാൻ അതേ വേരിയബിളിന്റെ നെയിം കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ എറർ കിട്ടും. ക്യാരക്ടർ പറഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിലെ ഒരു കീവേഡ് ആണ്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എററാണ് കിട്ടുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറിന്റെ അവിടെ എറർ കിട്ടിക്കണ്ട. അതിന് പകരം എനിക്ക് ക്യാരക്ടർ കൊടുക്കണം എന്ന് വിചാരിക്കാം. എനിക്ക് ക്യാരക്ടർ കൊടുക്കണമെങ്കിൽ അപ്പർ കേസ് ആയിട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പർ കേസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം ചെയ്യുക. അതൊരു കീവേഡ് ആയിട്ട് പരിഗണിക്കില്ല. സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് കീവേഡ് ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പർ കേസ് ആയിട്ട് കൊടുത്തപ്പോൾ ഇതൊരു വേരിയബിൾ ആയിട്ടാണ് പരിഗണിക്കുക. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം കമ്പയർ ചെയ്തു, ഏജ്
ഫസ്റ്റത്തെ 9th ലൈനിൽ ഒരു എറർ ഉണ്ട്. 9th ലൈനിൽ എന്തിട്ട് എറർ? ഏജ് ഈസ് ഈക്വൽ ടു ഏജ് കൊണ്ടൊരു വേരിയബിൾ ഇല്ല, നമ്മൾ വേരിയബിൾ മാറ്റി കഴിഞ്ഞു. ജസ്റ്റ് ഈ ലൈൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഇനി കുഴപ്പമില്ല, സ്മോൾ ലെറ്റർ ഏജ് കൊണ്ടൊരു വേരിയബിൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എറർ കിട്ടിയത്. ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം സേവ് ചെയ്യുക, അതിനുശേഷം കമ്പനി ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. ഇപ്പൊ കണ്ട ഏജ് 78, ഏജ് 4 കൊണ്ട് 2 ലൈനും പ്രിന്റ് ചെയ്തു, ഒരു കുഴപ്പമുണ്ടാവില്ല. ക്യാരക്ടർ കൊണ്ടുള്ള വേരിയബിൾ പ്രിന്റ് ചെയ്തു, ഏജ് കൊണ്ടുള്ള വേരിയബിളും പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് കീവേഡ്സ് നെയിം ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് അപ്പർ കേസ് ആയിട്ട് കൊടുക്കണം. സാധാരണ കീവേഡ്സ് നമ്മൾ വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാറില്ല, നമുക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ലെറ്റർ എന്തായിരിക്കണം? ഫസ്റ്റത്തെ ലെറ്റർ പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ഓഫ് ആൻ ഐഡന്റിഫയർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. ലെറ്റർ പറഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ A to Z വരെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ A to Z യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യുക. അണ്ടർസ്കോർ ഇത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 9 ഡിജിറ്റ്സ് നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ന്യൂമറിക് ഡിജിറ്റ് യൂസ് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ക്യാരക്ടർ അത് കൊടുത്തു കഴിഞ്ഞാൽ എറർ കിട്ടും. പിന്നെ ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്, അതായത് ഒരേ വേരിയബിൾ തന്നെ നമുക്ക് ഏജ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഏജ് കൊണ്ടും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഐഡന്റിഫയേഴ്സ് കനോട്ട് ബി കീവേഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ്. നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ആണ് ഇപ്പൊ പറഞ്ഞത്.